സരസീരുഹത്തിൽ ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ അടിയൻ തൂകുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ അടിയൻ തൂകുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ അശ്രുസമുദ്രം അലറിടുമ്പോൾ അശ്രുസമുദ്രം അശ്രുസമുദ്രം അലറിടുമ്പോൾ നീയേ ദേവി അഭയനൗകയായി വരം തന്നു നീ കനിയൂ വരദേവനജെ ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ അടിയൻ തൂകുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ പനിരി പനി സഗരി നി സനി ഗ പ സഗരി നിരി പഗ പനി പനി സനി സരി പഗ സഗരി നി പ സ സനി പനി പഗ സഗ പഗ പഗ പ സഗരി സഗരി പഗരി സദേവി ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ നിത്യാനന്ദം പകരും ബ്രഹ്മം നിത്യാനന്ദം നിത്യാനന്ദം പകരും ബ്രഹ്മം നീയേ ധർമ്മം ഈ ജന്മമർമ്മം ശിവം നിന്ധനം ചൊരിയൂ വിമലേ വിരജെ ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ അടിയൻ തൂകുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ശ്രീപദം വിടർന്ന സരസി. ബദ്രി, ഓ സൂപ്പർ. താങ്ക് യു. ബദ്രിയുടെ ഒരു ട്രാക്കിലേക്ക് തിരിച്ചെത്തി അല്ലേ?
കച്ചേരിയൊക്കെ നടത്തി. എന്താണ് ഈ പാട്ട് ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ? ഇത് എനിക്കിങ്ങോട്ട് തന്നെയാണ് ശരിക്കും ചാനലിന്. എനിക്ക് മീൻസ് എപ്പോഴും ക്ലാസിക്കലാണ്. ഇപ്രാവശ്യം കുറച്ച് വേഴ്സിറ്റാലിറ്റി ഉണ്ടായിരുന്നു, ഒരു ദിനം അങ്ങനത്തെ സംഭവം. അപ്പോൾ പിന്നെ ഞാൻ ഒരു പ്രീ ക്വാർട്ടർ അല്ലേ, അപ്പോൾ കുറച്ച് നോക്കാൻ വിചാരിച്ചു ക്ലാസിക്കൽ ടൈപ്പ്. ജസ്റ്റ് നോക്കി. അല്ല പാറു, ഈ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് കേട്ടിട്ടില്ല? ഇപ്പൊ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ദൈവം ഒരു ഇച്ചിരി നമ്മുടെ ജോണറിലുള്ള ഒരു പാട്ട് അപ്പം ചാനൽ പിടിച്ച് ഇതേ നീ പാടാവൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ആശ്വാസമായി. എന്തായാലും ചോദിക്കാം. ശരത് സർ. യെസ് മക്കളെ. ഓ സാർ. അത് ഇനി ഇതിന്റെ ബാക്കിയുള്ള ഇതൊക്കെ പറ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. സിനിമ ഏതോ ഒരു സ്വപ്നം, വരികൾ ശ്രീകുമാരൻ തമ്പി സാർ, സംഗീതം സലിൽ ചൗധരി സാർ, പാടിയത് KJ യേശുദാസ് സാർ. അച്ചടി ഭാഷ അതല്ലേ മക്കളെ. ഓ സാർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയടാ. താങ്ക് യു സാർ, താങ്ക് യു. സൂപ്പറായിട്ട് പാടി. അത് പിന്നെ നിനക്കതൊരു എന്താ പറയണ്ട, ഒരു സന്തോഷമുള്ള കാര്യവും കൂടെ ആണല്ലോ ഇങ്ങനെയുള്ള പാട്ടുകൾ. അതെ. അല്ല ശരത് സാർ, ഇപ്പൊ പല്ലവി കഴിഞ്ഞിട്ട് ഓർക്കസ്ട്രയുടെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ആ സമയത്ത് നീ എന്തുവാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കണേ? അത് ഒരു സംഗതിയാണ്, അത് സംഭവം. അല്ല എന്റെ പാറു, അവൻ ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവന്റെ മനസ്സിൽ ആ സംഗതിയാണ്, വേറൊന്നുമില്ല. അല്ലേ മക്കളെ? അത് കൊള്ളാം, അത് നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. അത് നമ്മള് പറയണമല്ലോ. പിന്നെ എനിക്കുള്ള ഒരു ഒറ്റ ഡോട്ട്, ഇപ്പൊ നീ ശ്രീപദം തുടങ്ങി, അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ശ്രീപദത്തിന് എന്താണ് ഇത്ര ഒരു ബുദ്ധിമുട്ടും ആലോചനയും? അതുകൊണ്ടൊരു ഇച്ചിരി ചളങ്ങിയും പോയത്. അല്ല അത് 1 2 3 അത് 1 2 3 ഫണ്ട് കാര്യമൊന്നുമില്ലടേ. അത് നീ മനസ്സിലെണ്ണി. അത് അല്ല, അവര് ലൈവായിട്ട് വായിക്കല്ലോ. നീ എവിടെ തുടങ്ങിയാൽ അവരെ കൂടെ വരും. അത് അത്ര എണ്ണി നിന്നിട്ട് അത് നന്നായിട്ട് പാടി തുടങ്ങാനും പറ്റിയില്ല ചക്കരയ്ക്ക്. ഫസ്റ്റ് ശ്രീപദം കഴിഞ്ഞിട്ടുള്ള ശ്രീപദമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി പാടണ്ട, അടി തരും നിനക്ക്. അതുപോലെ ഈ അച്ഛനും ആ സംഗതിയൊക്കെ നന്നായിരുന്നു കേട്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, സൂപ്പറായിരുന്നു. അതുപോലെ വരം തന്നു നീ കനിയോ, അത് പാടാമോ? വരം തന്നു, അപ്പൊ വരം കുറഞ്ഞു. വരം തന്നു നീ കനിയൂ വരദേവനജേ, കനിയൂ തരണേ വിതരേ, കനിയൂ വരദേവനജേ. അതാണ് കണക്ട് കേട്ടോ. അത് തന്നെയല്ല, അത് സ്വഭാവം തന്നെയാണ് ഇവിടെയും. അത് കുറച്ചും കൂടെ കണക്ട് ചെയ്യും മറ്റേത് പാടുമ്പോ കേട്ടോ. പാടാമോ? വരം തന്നു നീ കനിയൂ വരദേവനജേ. ഗുഡ് 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 മോനെ, ഗുഡ് ഗുഡ്. താങ്ക് യു സർ. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മുടെ ചാനലിന് ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ പാട്ട്. അമൃതാനന്ദമയി അമ്മയ്ക്കും ഉണ്ട് ഒരു സമർപ്പണം ഇതിൽ. സൂപ്പർ, അത് എന്തുകൊണ്ടും നന്നായി മോനെ. അപ്പൊ എന്തൊക്കെയാണ് നല്ലൊരു പാട്ട് എടുത്തോണ്ട്. താങ്ക് യു മുത്ത. ശ്രീപദ്. ഹരിച്ചേട്ടാ, ഇതിന്റെ ബംഗാളി ലാംഗ്വേജിൽ ഇവൻ ഇവിടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഒറിജിനൽ സലിൽ ചൗധരി സാറിന്റെ ഭാര്യയാണ് ഇത് പാടിയത്, സബിത ചൗധരി. കേക്കട്ടെ മോനെ, രണ്ടുപേരും പാടാവോ? দক্ষিণা বাতাসে মনো কেনো কান্দে, দক্ষিণা বাতাসে মনো কেনো কান্দে, জানি না জানি না আমারে ভাবনা কেনো বাদরি বাঁধে বাঁধে কান্দে, দক্ষিণা বাতাসে মনো কেনো কান্দে. ഈ പാട്ട് അതൊക്കെ കേട്ടല്ലോ നീ. ഈ പാട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു തന്നത് പത്മകുമാർ എന്ന് പറഞ്ഞ സാറാണ്. അപ്പോ ഇതിന്റെ ബംഗാളി വേർഷൻ പഠിപ്പിക്കാനായിട്ട് സാറിന് ഒരു ടീച്ചറെ പറഞ്ഞു, അശ്വതി മാം ആണ്. ആ മാമാണ് എനിക്ക് പഠിപ്പിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. മോനെ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഇത് എന്താ പറയാ, ഭയങ്കര ടഫായിട്ടുള്ളൊരു പാട്ടാ. പിന്നെ ഒരു ലക്കും ഫേവർ ചെയ്തു, കറക്റ്റ് ഒരു പാട്ടും കിട്ടി. പക്ഷെ അത് ഇത്രയും കിട്ടിയിട്ടത് നീ നന്നായിട്ടത് പ്രസൻറ്റ് ചെയ്തു, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു, അതിനുവേണ്ടി ഒന്ന് കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് ബംഗാളി ഏതാണ് അതും പഠിച്ച ആ ഒരു എനിക്കതിഷ്ടമായി. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ലൈക്ക് മൊത്തത്തിൽ അതിനെപ്പറ്റിയുള്ളൊരു നല്ല ധാരണയോടെയാണ് പാടിയത്. ഞാനൊന്നും എഴുതിയിട്ടില്ല മോനെ, എല്ലാം ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 മൂഡാണിത്. ഇതിനൊരു ഭംഗിയുണ്ട്, അതായത് ഭയങ്കര ഒരു സമാധാനമുണ്ട്, ഒരു പക്ഷെ സന്തോഷം, അതിൻ്റെ കൂടെ ഒരു ടഫായിട്ടുള്ളൊരു പാട്ടുമാണ്. അതിൻ്റെ തുടക്കം തന്നെ ശ്രീപദം വിടന്ന സരസേരുഹത്തിൽ ജനനീ
അടിയൻ. അത് എന്ത് രസമായിട്ടാ പോകുന്ന ആ പാട്ട്. അതപ്പം ഇതിലെ ശ്രുതിയാണ് മെയിൻ. എല്ലാ തരീരാ താരിരേ താരീട്ടാ. അപ്പൊ മോൻ അതൊക്കെ ഓൾമോസ്റ്റ് കിട്ടിയടാ. നീ പാടിയ സമയത്തെല്ലാം അത് കിട്ടാൻ പാടാണത്. മേളിലും താഴെയൊക്കെ ഇങ്ങനെ ഓടുന്നൊരു ഒരു പാട്ടാണ്. ഞാൻ ആകെ അതിൽ നോട്ട് ചെയ്തത് ഇതിൻ്റെ ചരണത്തിലുള്ളൊരു ആലാപം ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ആക്ച്വലി പാടി നന്നായിട്ട്, മോശമൊന്നും അല്ല പാടിയത്, എന്നാലും അതെങ്ങനെ ബദ്രി മനസ്സിലാക്കിയിരിക്കുന്നു ഒന്ന് സ്ലോ ഡൗൺ ചെയ്തൊന്ന് പാടി കേൾപ്പിച്ചരാ. യെസ്, നിത്യാനന്ദം അവിടെ തുടക്കം തുടക്കം. നിത്യാനന്ദം ഓക്കെ, പിന്നെ അവിടെയാണ് എനിക്ക് ഡൗട്ട്. എന്താ അത് സംഭവം? കറക്റ്റ് നോട്ട്സ് ഒന്ന്. ഓക്കെ, റീഗാപാനി അതാണ്. അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതൊന്ന് സ്ലോ ആയിട്ട് പാടാവോ ബദ്രി? മോനെ ഒന്നുകൂടെ, അതാ നീ കൃത്യമായി കിട്ടുന്നില്ല. അതാണ് ദായിലോട്ട് പോകുന്നത്. കുഴപ്പമില്ല, അത് ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മളപ്പം അത് ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ലൈക്ക് ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ കറക്റ്റ്. ഇതാണ് നോട്ട്സ്. ഇനി അതൊന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് പോളിഷ് ചെയ്തെടുക്കണം കേട്ടോ. നീ മാത്രമേ ഉള്ളൂ, ഓൾമോസ്റ്റ് ദെയർ കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കിയാൽ മതി. ഓക്കെ സാർ. അപ്പൊ അവിടെ മാത്രമേ ഉള്ളൂ എനിക്കൊരു ക്ലാരിറ്റി. എന്താ നീ പാടിയെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല എനിക്ക്. പിന്നെ എന്താ രസമായിരുന്നു, പെർഫോമൻസ് വാസ് ഗുഡ്. നല്ല ടഫാ അത് പാടി ഫലിപ്പിക്കാനും. ഓൾ ദി ബെസ്റ്റ് മോനെ. ബദ്രി ഓ സാർ, ഉഗ്രനായിട്ട് പാടിയടാ. താങ്ക് യു സാർ, താങ്ക് യു. നല്ലോണം നീ പണിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായടാ. അടിപൊളി അടിപൊളി, നന്നായിട്ട് പാടി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് തന്നെയാണ് എഴുതി. ഹൃദയരാഗം, പിന്നെ അതുപോലെ വരം തന്നു നീ, അവിടെ ഒരു ചെറിയൊരു ക്ലാരിറ്റി ഇത് മാത്രം. പിന്നെ വേറൊരു കാര്യം, ഇവരിപ്പോൾ പാടിക്കുന്നതുണ്ടല്ലോ, അത് നിങ്ങൾ നിങ്ങളുടെ ടെമ്പോയിലാണ് ഇപ്പോൾ പാടുന്നത്. നിങ്ങളുടെ ചാലഞ്ച് എന്ന് പറയുന്നത് ആ ടെമ്പോയിൽ ഇത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിപ്പോൾ ഈ പാട്ട് മാത്രമല്ല, പലതും മാറ്റി പിന്നെ രണ്ടാമത് പാടാൻ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഒരു ലൂസ് ടെമ്പോയിൽ 2-3 വട്ടമൊക്കെ ആയിട്ടാണല്ലോ പാടുന്നത്. അപ്പോൾ അത് ടേക്കിൻ്റെ സമയത്ത് പ്രോപ്പറായിട്ട് പാടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, പിന്നെ കോറസ് നിങ്ങൾ അടിപൊളിയായിരുന്നു. അത് ഏതാണ് ലാംഗ്വേജ്? അത് സംസ്കൃതം. സംസ്കൃതം. ഓക്കെ ഓക്കെ, അടിപൊളിയായിരുന്നു ബദ്രി. താങ്ക് യു സാർ. ഒന്നും പറയാനില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഒരു സന്തോഷം നോക്കിയാ അവൻ ഇങ്ങനെയൊക്കെ മാർക്ക് ചോദിക്കാം. അത് മാത്രമല്ല പാറു, നീ അറിയാത്ത ഒരു രഹസ്യം ഈ അമൃത ഈ സൂപ്പർ സ്റ്റാറിന്റെ ഈ വേദിയിൽ നടക്കുന്നുണ്ട്. ഞാൻ നീയല്ലേ എപ്പോഴും അഹങ്കാരം പറയുന്നത്? എനിക്കറിയാനില്ല, ഞാനാണ് ഇവിടെ ഇതിന്റെ ദേവത എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നീ സമ്മതിച്ചില്ലേലും സംഭവം കഴിഞ്ഞു. പിന്നെ എന്തോ സമ്മതിക്കാനാ? കഴിഞ്ഞാലും ചേട്ടനാണ് ആ സംഭവം. നീ വല്ലതും ചെയ്താ? ചെയ്തില്ല. അതും അല്ല, പിന്നെ ഇവിടെ പാറു അറിഞ്ഞുകൂടാതെ നമ്മുടെ പാച്ചു ഒരു ഫൈബർ മൃദംഗം കൊണ്ടാണ് ഈ പാട്ടിന് വായിച്ചേക്കുന്നത്. അതെ, തോലല്ല, അത് ഫൈബറാണ്. ഫൈബറാണ്. അതായത് നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന മൃഗങ്ങളൊക്കെ തോലാണ്. ആനിമലിന്റെ സ്കിൻ വെച്ചിട്ടാണ്. ഒന്ന് കാണിച്ചു തരോ ഞങ്ങക്ക്? അല്ല, ഒന്ന് വായിച്ചു കേൾപ്പിച്ചാൽ മതി, അതാ നല്ലത്. ആഹാ, നല്ല ടോൺ, നല്ല ടോൺ, നല്ല ടോൺ, നൈസ്. ഇതെനിക്ക് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ, ഞാനിവിടെ ബ്രേക്കിന്റെ സമയത്ത് പാച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കും കാണണം. അല്ലത് എന്റെ അടുത്ത് ഹരി പറഞ്ഞു, അയ്യോ ചരത്തേട്ടാ നോക്കൂ, തോല് ബ്ലീച്ച് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് അതിന്റെ വലം തല ഇപ്പം ഒരു ഹെഡ് ഉണ്ടല്ലോ, അത് റിമൂവബിൾ ആണ്. അത് റിമൂവ് ചെയ്ത് ഇതിപ്പം മെയിൽ മൃദംഗമാക്കി. ഇനി ഇതിന്റെ ഫീമെയിൽ പിച്ച് ഉള്ളപ്പം അതെടുത്തങ്ങ് പ്ലേസ് ചെയ്യുക, സ്ക്രൂ ചെയ്യുക, വായിക്കുക. ഫീമെയിലിനെ കൊണ്ടാ നടക്കുന്നതല്ലേ ഇപ്പൊ? ഫീമെയിലിന്റെ തല കിട്ടി, ഫീമെയിലിന്റെ തല കിട്ടി. ഇതാണ്, ഒന്ന് കാണിച്ചു കൊടുക്ക്, ചുമ്മാ കാണണ്ട, നമ്മുടെ ജനങ്ങൾ കാണട്ടെ. ഇത് കണ്ടോ, ഇതൊരു
ഇതിപ്പോ റൈറ്റ് പാച്ചു portion ഇതിന്റെ ലെഫ്റ്റ് ഇതാണ് തോലാണോ അതോ അതും ഫൈബർ അല്ല അതും ഫൈബർ. രണ്ടും ഫൈബറാണ് അല്ലേ? Sure. ഇനി അതിന്റെ കവർ ഉടച്ച് ഒന്ന് ഊരിക്കഴിഞ്ഞാൽ കോമഡിയാ കുറച്ച്. അതാണ് ഇങ്ങനെ ഉടുപ്പൊക്കെ ആ ഇട്ടിരുത്തിയേക്കുന്നത്. ഉടുപ്പ് ഇപ്പം നോക്കിക്കോ. അതൊന്ന് എടുത്ത് കാണിക്കാൻ പൊക്കി കാണിക്കും ഞങ്ങളൊക്കെ കാണട്ടെ. അയ്യോ അതിന്റെ ഉള്ളിലൊക്കെ എന്ത് ഉള്ളിൽ നിനക്ക് വേണേ തത്തയൊക്കെ വേണേ വളർത്താം. ഉള്ളിലിരിപ്പ് ഭീകരമായി പോയി. അതിലില്ല. ഒന്നും ഇല്ലടേ. അവന്റെ മനസ്സ് പോലെ തന്നെ പൊള്ളയാ പാച്ചു. പാച്ചു ആ കൊച്ചു കൊച്ചു ഓട്ടോകളൊക്കെ മറക്കി മറ്റു ഉടുപ്പിട്ടോ, അല്ല മറ്റേ ഉടുപ്പിട്ട് കൊടുക്ക്. ഉടുപ്പിട്ട് പറയും. ഓക്കെ യെസ്. അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സാർ. മോനെ ഞാൻ ഇന്ന് കുറച്ച് മാർക്ക് കുറച്ചാ ഇരുന്നത്. 9.3. Thank you, sir. അപ്പൊ തന്നെ അവനിങ്ങനെ കാറ്റുപോയ ബലൂൺ പോലെ. ഇത്ര വേണ്ടായിരുന്നു. Thank you, sir. Thank you. ഹരിച്ചേട്ടാ 2.9. 9.2. 9.1. Thank you, sir. Thank you. താങ്ക് യു ഹരിച്ചേട്ടാ. ഷനിക്ക ഞാനും ഒട്ടും കൂട്ടുന്നില്ല. ഓക്കെ ശരി. നമ്മളിങ്ങനെ എല്ലാം ക്ലൂ ഒന്നും കൊടുക്കരുത് കേട്ടാ. ഏ? ക്ലൂ ഒന്നും കൊടുക്കരുത്. ഏ? വെറുതെ അല്ല ഹിഡൻ മാർക്ക് എന്ന് പറഞ്ഞ അവിടെ മാർക്ക് ഇരുത്തിയേക്കുന്നത്. പറഞ്ഞില്ലല്ലോ. മാർക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒട്ടും കൂട്ടുന്നില്ല എന്നല്ല പറഞ്ഞു. കള്ളന്മാരതൊക്കെ ഇങ്ങനെ അവര് ആലോചിച്ച് കൂട്ടും. അല്ലെങ്കിലും അല്ല, അത് അവന്മാരെല്ലാം ഇതിനെപ്പറ്റി ഈ കുടത്തി കിടക്കുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുകയും ആലോചിക്കുകയും ചെയ്തു. ഞാൻ ഇപ്പോഴും പറഞ്ഞേക്കാം, നമ്മൾ ഈ കുടം പൊട്ടിച്ച് വായിക്കുന്നത് നമ്മൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം ഇത് അറിയാൻ പോയി എന്താ എഴുതിയിട്ടേക്കുന്നത്. ഇട്ടു. ഓ ഓക്കെ. സോ ടോട്ടൽ 18.4.